മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പി.സി. ജോർജിനെ എന്തുമാതിരി വലിയ രീതിയിലാണ് സുഡാപ്പികളും കമ്മികളൊക്കെ പേടിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടോ? ആദ്യം നിങ്ങൾ പി.സി. ജോർജ് പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ഈ പട്ടിയെ രക്ഷിക്കട്ടെ, അത് തന്നെ എന്തൊരു ടെൻഷനാണ്. ഒരു വിധത്തിൽ അതിനെല്ലാം രക്ഷിച്ചു. വെള്ളം ഒരു 6:45 മണി വരെ ഈ മുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എനിക്ക്, രണ്ടാം നിലയിൽ നിന്ന്. പിന്നെ ഇതൊക്കെ നേരിടും. ഞാൻ ഇത് ഒരു വലിയ നഷ്ടമുണ്ടായി. ഇത് കണ്ടിരിക്കുന്നത് ഈ മേശ അതെല്ലാം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയല്ലോ. അതിലൊന്നും എനിക്ക് ദുഃഖമില്ല. പക്ഷേ നമ്മുടെ 2 ആളുകൾ മരിച്ചിരിക്കുന്നു. നമ്മുടെ പൂഞ്ഞാർ തെക്കേർ പഞ്ചായത്തിൽ വളരെയേറെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കുറേ വർഷമായി ഇവിടെ താമസിക്കുന്നു. ആദ്യമായാണ് ഇങ്ങനൊരു അതെ അതായത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വെള്ളം. ഇതിനു മുമ്പ് മുറ്റത്ത് വരെ വെള്ളം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പുരയ്ക്കകത്ത് ഒരു 4 അടി വെള്ളം കയറി. ഇത് ആദ്യത്തെ സംഭവമാണ്. ഇത് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരെയും ആലോചന, എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമെന്ന് മാത്രമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. സമാനമായ ഒരുപാട് വീടുകളിലും ഇവിടുത്തെ ഒരു വലിയ നഷ്ടം കൂടിയുണ്ട്. അതായത് 2 മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു പൂഞ്ഞാർ തെക്കര പഞ്ചായത്തിൽ മാത്രം. അത് തന്നെയല്ല, എത്ര വീടുകൾ നശിച്ചിരിക്കുന്നു. നമുക്കുണ്ടായ നഷ്ടം എത്ര? എനിക്കിപ്പോൾ ഇവിടെ ഒരു 15 ലക്ഷം ഉണ്ടായി കാണും. ഉഷയുടെ ജവളിക്കട ഇതെല്ലാം കൂടെ പോയി ഒരു 30 ലക്ഷം രൂപ, അങ്ങനെ 45 ലക്ഷം കൂടെ ഏകദേശം നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഉഷയ്ക്ക്. എനിക്ക് കൂടെ അത് ദൈവം തന്നു, ദൈവം എടുത്തു, അത്ര നമുക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ ഈ പാവപ്പെട്ടവൻ വീട് മുഴുവൻ നശിച്ചിരിക്കുക, അവനെ എങ്ങനെ രക്ഷിക്കുന്നുള്ള എൻ്റെ പ്രശ്നം. ഒരിടത്തും എനിക്കിന്ന് എല്ലായിടത്തും ഇത് പോകണം എന്നുള്ളത്. നാളെ എന്നാലും ഇത് കിട്ടിട്ട് ഞാൻ മരിച്ചുകൂടി എല്ലാ വീട്ടിലും പോകുന്നുണ്ട്. അവരെ ആശ്വസിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. എന്ത് ചെയ്യാൻ, നമ്മുടെ ഒരു കഷ്ടകാലം. നമ്മുടെ മലയോര മേഖല മുഴുവൻ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളെ ഒരു ദുരിത നാടായി മാറിയിട്ടുണ്ട്. നമുക്കെങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നതിനെപ്പറ്റി വളരെ വിശദമായ ഒരു ചർച്ച ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, പി.സി. ജോർജ് എന്ന നേതാവിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഈ വാക്കുകളിൽ ഉടനീളം ഏതൊരു വിവേകമുള്ള മലയാളികൾക്കും കേൾക്കാൻ സാധിക്കുന്നത്. തനിക്ക്, തൻ്റെ ഭാര്യക്ക്, തൻ്റെ വീട്ടുകാർക്ക് 45 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ട്. വെള്ളം കയറിയതാണ്. ദൈവം തന്നത് ദൈവം തന്നെ തിരിച്ചെടുത്തു. പക്ഷെ അതിനേക്കാൾ എനിക്കുള്ള ദുഃഖം എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ സകല വീടുൾപ്പെടെ നശിച്ചു പോയിട്ടുണ്ട്. അത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നഷ്ടം അവിടെ വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുക. ഒരു ലീഡർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉടനീളം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് കേരളത്തിലെ സുഡാപ്പികളും കമ്മികളൊക്കെ വലിയ രീതിയിൽ ഭയക്കുന്നത്. ഇദ്ദേഹം BJP അംഗത്വം എടുത്തത് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വളഞ്ഞിട്ട് ഇദ്ദേഹത്തെ കമന്റ് ബോക്സുകളിൽ ഉൾപ്പെടെ ആക്രമിക്കുക. ഇദ്ദേഹം നടന്നു പോകുന്ന സ്ഥലത്ത് ആരെങ്കിലും ഒന്ന് സംസാരിക്കാതെ നിന്നാൽ അതുപോലും വീഡിയോ എടുത്തിട്ട് സുഡാപ്പികൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സംഖ്യയായാലുള്ള അവസ്ഥ, ആളുകൾ മൈൻഡ് വെക്കില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ അതൊക്കെ ഒരുപാട് കണ്ടു. ഇപ്പൊ കമന്റ് ബോക്സിൽ വലിയ രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുക. കേരളത്തില് ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസൽമാനോ ഒന്ന് BJP ആയാൽ അല്ലെങ്കിൽ സംഖ്യയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്രത്തോളം കൂട്ടമായിട്ട് ആക്രമിക്കുക, അതിനെ പോലും വകവെക്കാതെ പി.സി. ജോർജ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എത്രത്തോളം കരുത്തനായിരിക്കും പി.സി. ജോർജ് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാ. ഇപ്പൊ ഒരുപാട് ആളുകൾ തെറിവിളികളും, അതായത് സാധാരണക്കാരന് ഒപ്പമാണ് എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോക്ക്, ഇത്തരം വീഡിയോക്ക് ഇദ്ദേഹത്തെ വളഞ്ഞിട്ട് സുഡാപ്പികളും കമ്മികളും ആക്രമിക്കുക. ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം. ആദ്യത്തെ കമന്റാണ് ഒരു CM കുട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റാണ്. വെള്ളം കയറിയാൽ ഇയാളെ സംഘികൾ വന്ന് രക്ഷിച്ചോളും, മറ്റ് ആരും ഇടപെടേണ്ട. ഈ സുഡാപ്പിയോടൊക്കെ കൃത്യമായിട്ട് ഒരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം. ഈ പി.സി. ജോർജിനെയൊക്കെ എതിർത്ത് സംഘികൾ വന്ന് രക്ഷിച്ചോളും എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഈ സംഘികളുമായിട്ട് ഒരിക്കലെങ്കിലും ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? BJP പ്രവർത്തകരെയാണല്ലോ ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത്. അവരോട് ഒരിക്കലെങ്കിലും സംസാരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കൂല. ഞാൻ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം. കേരളത്തിലെ ഏതൊരു BJP പ്രവർത്തകരാണെങ്കിലും ഏതൊരു സംഖ്യയാണെങ്കിലും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വീട് കിടന്നാൽ അത് കാണുന്നത് സംഖ്യയാണെങ്കിൽ ഓടിപ്പോയിട്ട് എഴുന്നേൽപ്പിക്കും എന്നുള്ളതാ. ഒരു BJP പ്രവർത്തകരെ കുറിച്ച്
ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത്. പാണക്കാട് തങ്ങൾ എന്നല്ല, ഏതൊരു മനുഷ്യൻ വീണ് കിടന്നാലും അവന്റെ മതമോ അവന്റെ ജാതിയോ അവന്റെ വർണ്ണമോ നോക്കിയിട്ടല്ല, അവന്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല സംഘികൾ പോയിട്ട് രക്ഷിക്കാം. എന്നാൽ ഇവിടുത്തെ സുഡാപ്പികൾ അങ്ങനെയല്ല. ഇവിടുത്തെ സുഡാപ്പികൾ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഇവിടെ ഒരാൾ BJP ആയാൽ, ഇവിടെ ഒരാള് സംഖ്യ ആയാൽ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഒരു മനുഷ്യന്റെ വീട്ടിൽ വെള്ളം കയറിയ പ്രശ്നത്തിന് വരെ വന്നിട്ട് പറയാ സംഘികൾ രക്ഷിച്ചോളൂ, മറ്റാരും തുടരുത്, തിരിഞ്ഞു നോക്കരുത്. ഇതെന്ത് സൂചനയാ ഇത്തരം സുഡാപ്പികൾ കേരളത്തിൽ കൊടുക്കുന്നത്? ആര് സംഖ്യയായാൽ, ആര് BJP അനുകൂലിയായാൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല, ഞങ്ങളാണ് ഇവിടെ അധികമുള്ളത് എന്നല്ലേ സുഡാപ്പികൾ വിളിച്ചു പറയുന്നത്. അടുത്തൊരു കമന്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, DYFIക്കാരുടെ ആരെയെങ്കിലും ഫോൺ നമ്പർ വേണോ ചേട്ടാ സഹായത്തിന് വിളിക്കാൻ. ഈ വ്യക്തിയോടൊക്കെ പറയാനുള്ളത്, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കോ ഈ DYFI എന്താണെന്ന് പോലും അറിയില്ല. കാരണം എന്താ, ഇവര് സഹായിച്ചത് അധികമായിട്ടാണോ? കേരളത്തിൽ പോലും ഉപ്പ് വെച്ച കലം പോലെ ആയത് സഹായിച്ചിട്ടാണോ? DYFIയുടെ ഒക്കെ സഹായം തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കോ കേരളത്തിലെ സകല ജനങ്ങളും എടുത്ത് ആറ്റിലേക്ക് അങ്ങെറിഞ്ഞത്? കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഈ പറയുന്ന സംഘടനയൊക്കെ എടുത്ത് ആറ്റിലെറിഞ്ഞത് കൊണ്ടാണല്ലോ ഈ കോലത്തിലേക്ക് ഇപ്പോ രാജ്യത്ത് ഒരു സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി പോലും ഇല്ല. അതാണിപ്പോ CPMന്റെ അവസ്ഥ, DYFIന്റെ അവസ്ഥ. നിങ്ങൾ സ്വന്തം പാർട്ടിക്കാരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്കിയാൽ മതി. അടുത്ത കമന്റാണ്, ഒരു അബ്ദുസലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ജോർജ് ഇത്രയേ ഉള്ളൂ ജീവിതം, അത് നല്ലതുപോലെ ജീവിക്കാൻ നോക്ക്. വലിയ ഉപദേശ. ഇത് കേട്ടാ തോന്നും PC ജോർജിന്റെ വീട്ടിൽ മാത്രമേ കേരളത്തിൽ വെള്ളം കയറിയുള്ളൂ. അജാതി ഉപദേശമായിട്ടാണ് സുഡാപ്പികൾ വളഞ്ഞിട്ട് ആക്രമിച്ച് രംഗത്തെത്തി. അടുത്ത കമന്റാ, ഒരു അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒലിച്ചു പോവാത്തത് നന്നായി, പലരുടെയും ശാപമേറ്റു നടക്കുകയാണല്ലോ. ഇവിടെ മാത്രം PC ജോർജിന്റെ വീട്ടിൽ മാത്രം, ബാക്കി എല്ലാ ആളുകളുടെ ബാക്കിയുള്ള എല്ലാ വീട്ടുകാരും എന്തോ ചെയ്തിട്ടാണോ കയറിയത്? അടുത്ത കമന്റാ, നവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇതൊക്കെ വർഗീയതയ്ക്ക് ദൈവം തന്ന ചെറിയൊരു പണിയാണ്, ഒന്ന് ബോധം വെക്കാനും വേണ്ടി ഇനിയെങ്കിലും നന്നാകുമെന്ന് തിരിച്ചറിവ് ഉണ്ടാകുമെന്നും വിചാരിക്കുന്നു. PC ജോർജിന്റെ വീട്ടിൽ മാത്രം, ബാക്കി എല്ലാ സ്ഥലത്തും ബോധം വെപ്പിക്കാൻ കയറ്റിയതായിരിക്കില്ലേ വെള്ളം. ഒരു മനുഷ്യന്റെ ഒരു പ്രശ്നം വന്ന് വീട്ടിലേക്ക് വെള്ളം കയറിയ സമയത്തോ സുഡാപ്പികൾ അവരുടെ പൊളിറ്റിക്സും അവരുടെ രാഷ്ട്രീയവും ഒക്കെ പൊക്കിപ്പിടിച്ച് ഉളുപ്പില്ലേ അവന്മാർക്ക്. അടുത്ത കമന്റ് ആണ്, യൂനുസ് എന്ന് പറയുന്നതാണ്, പ്രളയത്തോട് സ്നേഹം തോന്നിയ സമയം. നിങ്ങളൊന്ന് ആലോചിക്കും, പ്രളയത്തോട് സ്നേഹം തോന്നിയ സമയം എത്രത്തോളമാണ് ഇവരൊക്കെ വർഗീയത ഉയർത്തിപ്പിടിക്കുന്നത്. അടുത്ത കമന്റ്, സംഖ്യയായപ്പോൾ വെള്ളത്തിന് പോലും ബഹുമാനമില്ലാതെയായി. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഒരാൾ BJPക്കാരനോ സംഖ്യയായോ കേരളത്തിൽ സംസാരിച്ചാൽ പേളിമാണി അതിന്റെ ഒരു ഉദാഹരണ. വളഞ്ഞിട്ട് അവരുടെ വീട്ടുകാരെ പോലും പറഞ്ഞിട്ടല്ലേ അവർ പിന്നെ തിരുത്തി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. സുഡാപ്പികൾ ഇവിടെ വലിയൊരു ടീമായിട്ട് വർക്ക് ചെയ്യുക. BJP അനുകൂലിയായിട്ടോ അല്ലെ BJP നേതാവായിട്ടോ പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയോ മുസൽമാനോ എത്തിയാൽ അവസ്ഥ വളരെ പരിതാപകര. കേരളത്തിൽ നിങ്ങൾ കണ്ടില്ല, വലിയ രീതിയിൽ ആക്രമിക്കുക, വലിയ രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുക. എന്റെ ലളിതമായ ചോദ്യം, ഇതുപോലെ മുസ്ലിം ലീഗിന്റെ, അതായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ വീട്ടിൽ വെള്ളം കയറിയാൽ കേരളത്തിലെ ഒരു സംഘി പോലും, കേരളത്തിലെ ഒരു BJP പ്രവർത്തകൻ പോലും പോയിട്ട് അതിൽ തോന്നിയത് പറഞ്ഞ് അവരെ അപമാനിക്കില്ല. അവർക്ക് സഹായം വേണോ എന്ന് മാത്രമേ ചോദിക്കൂ. അതാണ് ഇവിടെ BJPയും സംഘി എന്നൊക്കെ പറയുന്ന ആളുകൾ കേരളത്തിൽ എന്താ ചെയ്യുന്നത് എന്ന് ഇവരിപ്പോഴും മനസ്സിലാക്കി. ഈ സുഡാപ്പികളുടെ ഒരു അവസ്ഥയുണ്ട്, അവർക്കൊരു ലോകമുണ്ട്, പ്രത്യേക ലോകം. അവരുടെ അൽഗോരിതം അനുസരിച്ച് അവർക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അവരുടെ ഒരു ലോക, പുറത്തൊരു ലോകമുണ്ട്. ഇവിടെ സേവാഭാരത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കോഴിക്കോടൊക്കെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നിരന്തരം ആളുകൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മതം നോക്കിയല്ല, സേവനം എവിടെ വേണോ അവിടെ കോടിയെത്തുക. പിന്നെ വർഗീയതോ എന്ന് PC ജോർജിനെതിരെ പറയുന്ന ആളുകളോട് ഒരു കാര്യം കൂടി അങ്ങ് മുന്നോട്ട് വെക്കാം. ഇവിടെ മുസ്ലിം ലീഗ് എങ്ങനെയാ പോകുന്നത്? ഒരു ജില്ലാ പഞ്ചായത്തിലെ റിസൾട്ട് ഒന്ന് എടുത്തു നോക്കണം. ഒരു മതത്തിൽ മാത്രം സംവരണ സീറ്റ് അല്ലാതെ ഒരു മതത്തിലുള്ളവരെ മാത്രമാണ് അവർ ജയിപ്പിച്ചിട്ടുള്ളത്. MLA-മാരുടെ എണ്ണം എന്നെടുത്തു നോക്കണം, അവരുടെ മതം ഒന്ന് നോക്കണം. അവരൊരു മതത്തിൽ മാത്രമാണ് ജയിപ്പിച്ചത്. അവരിവിടെ മതേതരത്വവും എല്ലാ പാർട്ടിക്കാരെയും മത്സരിപ്പിക്കുകയും തൃശ്ശൂരിൽ മുസ്ലിം ആയിട്ടുള്ള ഒരു കൗൺസിലറെ പോലും ജയിപ്പിച്ച, ക്രിസ്ത്യാനിയെ മന്ത്രിയാക്കിയിട്ടുള്ള മുന്നോട്ട് പോകുന്ന BJP ഇവിടെ എന്തോ വർഗീയതാന്നു. ഒരു മതത്തിൽ മാത്രം MLA-മാരെയും ഒരു ജില്ലാ പഞ്ചായത്ത് സംവരണ സീറ്റ് വെച്ച് ബാക്കിയെല്ലാം ഇന്ന മതത്തിൽ മാത്രം ജയിപ്പിച്ച മുസ്ലിം ലീഗ് ഇവിടെ മതേതരത്വം. ഇവിടെ ഒരു ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയണോ?
ഇവിടെ ഒരാൾ BJP-യോ സംഖ്യയോ ആയാലും ഇവിടെ ഇതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയുകയാണ്. ഇതാണ് കേരളത്തിലെ യാഥാർത്ഥ്യം. അതിന് എന്നെ എന്തെങ്കിലും സുഡാപ്പികൾ വന്ന് തെറി വിളിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ പേടിപ്പിക്കലൊന്നും ഇങ്ങോട്ടേ കേൾക്കില്ല. അതും കൂടി സകല സുഡാപ്പികളും അങ്ങ് മനസ്സിലാക്കിയ കേരളത്തിലൊരു യാഥാർത്ഥ്യം. PC ജോർജ് സുന്ദരമായിട്ട് പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുമ്പോഴും PC ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്തുകൊണ്ടാ? PC ജോർജ് പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുമ്പോൾ അത് BJP-ക്ക് ഗുണാവും. അത് BJP വീണ്ടും ഇവിടെ വളരും. PC ജോർജ് ഒക്കെ കൃത്യമായിട്ട് ഇപ്പോഴും ഇടപെടൽ നടത്തുമോ എന്നുള്ളത് സുഡാപ്പികൾക്ക് ഭയമാണ്. സുഡാപ്പികൾക്ക് PC ജോർജിനെ ഭയമില്ലെങ്കിൽ പിന്നെന്തിനാ PC ജോർജിന്റെ പിന്നാലെ സുഡാപ്പികൾ ഇങ്ങനെ നടക്കുന്നത്, കമ്പികളൊക്കെ? ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. എനിക്ക് സാധാരണ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സുഡാപ്പികളെ പുച്ഛിച്ചു തള്ളണം. നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്നത് കേരളത്തിലെ സുഡാപ്പികളാണ്, ജിഹാദികളാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ സമാധാനം വേണമെങ്കിൽ ഇവിടെ സാധാരണ മുസ്ലിങ്ങളാണ് ആദ്യം സുഡാപ്പികളെ. ഈ വർഗീയതയും ഭിന്നിപ്പായിട്ട് നടക്കുന്ന ഇത്തരം സുഡാപ്പി PC ജോർജ് പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുമ്പോൾ സുഡാപ്പികൾ എന്തിനാ രാഷ്ട്രീയം പറഞ്ഞ് വർഗീയത എന്ന് നിരന്തരം പറയുന്നത്? അദ്ദേഹം എന്തെങ്കിലും ഞാനിവിടെ കൊടുത്തതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അധികമായിട്ട് തോന്നുന്നുണ്ടോ? അദ്ദേഹം പാവപ്പെട്ടവന് വേണ്ടി സംസാരിച്ചു. അതിൽ പോലും പച്ച വർഗീയത ഏതെങ്കിലും നിലവാരമുള്ള ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് വെള്ളം കയറുമ്പോൾ തോന്നിയത് വിളിച്ചു പറയൂ. ഇന്ന് PC ജോർജിന്റെ വീട്ടിൽ വെള്ളം കയറിയാൽ നാളെ എന്റെയോ നിങ്ങളുടെയോ വീട്ടിലല്ലേ വെള്ളം കയറുക? ആ സമയത്തും വർഗീയതോ എന്ന് പറഞ്ഞാണ് ഇവിടെ ആളുകൾ നടക്കല്ല. ഇതൊക്കെ സകല മലയാളികളും ഇവിടെ സുഡാപ്പികൾ നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കാനാണ് നിരന്തരം രംഗത്തുള്ളത്. ഒരു മനുഷ്യന്റെ വീട്ടിൽ വെള്ളം കയറിയിട്ട് പോലും വർഗീയതയും പറഞ്ഞെടുക്കുക. കാരണം മറ്റൊന്നല്ല, PC ജോർജിനെ അത്രത്തോളം കേരളത്തിലെ സുഡാപ്പികൾക്കും കമ്മികൾക്കും ഭയമാണ് എന്നുള്ളതാണ് സകല ആളുകളും തിരിച്ചറിയേണ്ടത്.